ഉല്ലാസ് ബാബു താങ്കളുടെ ഊഴമാണ്. അതായത് ഒരു ക്രെഡിറ്റ് പോലും ഇതിൽ പറയാൻ എടുക്കാനില്ല എന്നുള്ള ഘട്ടം വരുമ്പോഴാണോ ഇത്തരത്തിലേക്കുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇന്ത്യ അലയൻസിനെ കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ ഈ അവർ പാർട്ട്ണർ എന്ന് പറയുന്ന സ്വാഗത പ്രാസംഗികന്റെ ആ ഒരു വാക്കെടുത്തുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ പറയുന്നു. ഇതിങ്ങനെ ഒരു വേദിയിൽ ഈ വിഴിഞ്ഞം പദ്ധതി എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് തന്നെ അഭിമാന പദ്ധതിയാണ് എന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട്. ആ വേദിയിൽ പറയേണ്ടുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. അനുജ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഒരു പക്ഷേ കേരളം കൈവരിച്ചിരിക്കുന്നത് അത്രയും വലിയ പദ്ധതിയുടെ വിജയത്തിൻ്റെ തുടക്കം കുറിക്കലാണ്. അത് പരിപൂർണമായിട്ട് കേരളത്തിൻ്റെ ഭാവിയിലുള്ള സാമ്പത്തികപരമായ, തൊഴിൽപരമായിട്ടുള്ള, ടൂറിസപരമായിട്ടുള്ള നിരവധി മേഖലകളിൽ കേരളത്തിന് വളരാനും കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ വളർന്നു വരാനുള്ള വലിയൊരു സാഹചര്യമുണ്ട്. 34 വർഷക്കാലം അത് നമ്മൾ ഇത്രയും കാലമായിട്ട് 34 വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെ കിടന്ന് നടക്കേണ്ടി വന്നു. കേരളത്തിൻ്റെ ഇക്കോസിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചിരുന്ന കേരളത്തിൽ LDF UDF മാറി വന്ന് 34 വർഷത്തോളം വൈകി എന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അത് പ്രാവർത്തികമാക്കി എന്നുള്ളത് കൊണ്ട് ഭാവി വരുന്ന തലമുറയ്ക്കടക്കമുള്ള ആളുകൾക്ക് ഏറ്റവും വിജയകരമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ്. 100% അത് ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ. അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. അനുജ ഈ ചർച്ചയ്ക്ക് മുൻപേ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, അത് ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അവർ പാർട്ട്ണർ എന്ന അദാനിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ പരിഭാഷകൻ്റെ വിഷയം ഇത്യാദി കാര്യങ്ങളൊക്കെ ഞാൻ അതിലൊത്തൊന്ന് ഒറ്റവരിയിൽ മറുപടി പറഞ്ഞാൽ അതിനകത്ത് നമ്മളതിന് വേറൊരു രീതിയിൽ കൃത്യമായിട്ട് കാണുക. നമ്മൾ അതിന് വിമർശനാത്മകമായ രീതിയിലല്ലാതെ ഒരു കാര്യം ഒന്ന് കണ്ടു നോക്കൂ. എന്താണ് പ്രധാനമന്ത്രി പറയുന്നത്? പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ, മുഖ്യമന്ത്രി ഓഫ് കേരളയും, അതേപോലെ തന്നെ ശ്രീ ശശി തരൂരും ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ വികസനം, ഇതൊരു ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഈ ഒരു വികസനം കാണുമ്പോൾ ഒരു പക്ഷേ പലരുടെയും ഉറക്കം കെട്ടേക്കാം എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ 2015 ബഹുമാനനായിട്ടുള്ള ഉമ്മൻചാണ്ടി ഇതിൽ കരാറുമായി ബന്ധപ്പെട്ട് പോയ സമയത്ത്, കരാറെടുക്കാൻ ആരും വരാതിരുന്ന സമയത്ത്, അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ ബാബു പലതരത്തിൽ ശ്രമിച്ചിട്ട് നടക്കാതെ വന്ന സമയത്ത്, അദാനി ഏറ്റെടുക്കാൻ ശ്രമിച്ച സമയത്ത്, അദാനിയോട് ഒക്കെ പറഞ്ഞ് തിരിച്ച് ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ വന്ന സമയത്ത് അത് നടക്കില്ല എന്ന് സോണിയയും രാഹുലും പറഞ്ഞ സമയത്ത് ഈ കേരള ജനതയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി എടുത്തൊരു സ്ട്രെയിൻ ഉണ്ട് അതിനകത്ത്. അത് അദാനിക്ക് തന്നെ കൊടുക്കാൻ തീരുമാനിക്കും. അതിനുശേഷം കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിക്ക് ഡൽഹിക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ പോലും അദാനിക്കെതിരെ വലിയ തർക്കമുണ്ടാക്കി ഇത് നടപ്പിലാക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ മറന്നുകൊണ്ട് ഒരുമിച്ച് ഇന്നത് മുന്നോട്ട് പോകുന്ന സമയത്ത് പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ടാകാം എന്ന് പറയുന്നതിൽ ആ സെൻസിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. രണ്ടാമത്തെ കാര്യം PPP-യുമായി അദാനിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നിൽക്കു അനുജഭായി ഞാനൊന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു കാര്യമുള്ളത് എന്താണ്? ഇന്ത്യ സഖ്യത്തിൻ്റെ പലരും എന്ന് പറഞ്ഞാൽ രാഹുൽ മുതലുള്ള പലർക്കും ഉറക്കം കെട്ടിട്ടുണ്ടാകാം എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, അദ്ദേഹം പേര് പറഞ്ഞില്ലല്ലോ. ഞാനും കേട്ടില്ല, അനുജയും കേട്ടില്ല. എനിക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാർ അവരൊക്കെയാണല്ലോ. രണ്ടാമത്തെ കാര്യം, ഈ ആദ്യം ഇവർ PPP സിസ്റ്റം ആയിരുന്നില്ല, ലാൻഡ് ലോഡ് സിസ്റ്റത്തിൽ കാര്യങ്ങൾ നടക്കുമോ എന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ. അപ്പോൾ അതിവിടെ ഇന്ത്യ സഖ്യത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടൊക്കെ ഇത് പറയേണ്ടുന്ന ഒരു വേദിയാണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഇതൊരു രാഷ്ട്രീയ റാലിയാണ്, ഒരു തെരഞ്ഞെടുപ്പ് റാലിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. പക്ഷേ ഇത് ഏത് വേദിയാണ്? അനുജ ഞാനൊന്ന് പറയട്ടെ. ഈ കാര്യം അനുജ ഞാൻ പറഞ്ഞ ഈ ലൈനിലൊന്ന് അനുജ ചിന്തിച്ചു നോക്കൂ. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് രാജ്യത്തിൻ്റെ വികസിത ഭാരതത്തിൻ്റെ ഭാഗമായിട്ടുള്ള വികസിത കേരളത്തിൻ്റെ ശൈലിയിൽ കൃത്യമായിട്ടുള്ള വലിയൊരു വികസനം നടപ്പിലാകുന്ന സമയത്ത് ഇത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കാത്ത പല ആളുകളും ഇന്ത്യ സഖ്യത്തിലുള്ളത് കൊണ്ട് അവരുടെയൊക്കെ ഒരുപക്ഷെ ഉറക്കം കെടുത്തിയേക്കാം. ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുഖ്യമന്ത്രിയും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള MP ആയിട്ടുള്ള ശശി തരൂരും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. കോൺട്രിബ്യൂഷൻ എന്താണ്? അത് പറയൂ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. അനുജ പറയാലോ. ഞാൻ ഈ അനുജ ചോദിച്ച 3 ചോദ്യങ്ങൾ കഴിഞ്ഞ് ഈ BJP-യുടെ കോൺട്രിബ്യൂഷനും കഴിഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ, ഒരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം അനുജ പറഞ്ഞു, അദാനി അവർ പാർട്ട്ണർ എന്ന് പറഞ്ഞതിനെ ആൾ പരിഹസിച്ചു. അതെങ്ങനെയാണ് പരിഹാസ രൂപേണയാണ് പറഞ്ഞതെന്ന് അനുജ അങ്ങ് തീരുമാനിച്ചത്? അതങ്ങനെ പരിഹാസ രൂപേണയാണോ പറഞ്ഞത്? അല്ല, അവർ പാർട്ട്ണർ അദാനി എന്ന്
ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറയുന്നു എങ്കിൽ അത് മാറ്റത്തിന്റെ സൂചനയാണ് എന്ന പോസിറ്റീവ് വൈബല്ലേ അദ്ദേഹം പറഞ്ഞത്. അല്ല, ഈ വിഴിഞ്ഞം തുറമുഖം ആരാണ്, അതിന്റെ നിർമ്മാണം ആർക്കാണ്, അതിന്റെ ചുമതല? അപ്പോൾ ഈ ഒരു ചടങ്ങിൽ അവർ പാർട്ട്ണർ, അതായത് ഈ തുറമുഖത്തിന്റെ പാർട്ട്ണറാണ് അവർ. അതിലങ്ങനെ പറയുന്നതിൽ എന്താണ് സാങ്കേതികമായി തെറ്റുണ്ടോ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു? അനുജെ ഈ PPP സിസ്റ്റത്തിനെതിരെ അല്ലെങ്കിൽ അദാനി പോർട്ട് കൊടുത്തതുമായി ബന്ധപ്പെട്ട് കടൽക്കൊള്ളയാണെന്ന് പറഞ്ഞും അത് പരിപൂർണമായി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരവധി തവണ ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനവും ഇടതുപക്ഷ സർക്കാരുകളും നടത്തിയിട്ടുള്ള നിരവധി സ്റ്റേറ്റ്മെൻറ്റുകളും സമരങ്ങളും നിരവധി നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായിട്ട് അതിൽ നിന്നൊക്കെ മാറ്റി ഒരു വികസനത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ കൈകാര്യം ചെയ്ത് ട്രൈപാർട്ടി എഗ്രിമെൻറ്റ് കൺസോർഷ്യം, ബാങ്കിൻ്റെ കൺസോർഷ്യവും അദാനി ഗ്രൂപ്പും കേരളവും ഒക്കെ അടങ്ങുന്ന ട്രൈപാർട്ടി എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടുകൊണ്ട് ഭംഗിയായി ഇത് മുന്നോട്ട് പോയി സമൂഹത്തിന് ഗുണകരമാകുന്ന പ്രവൃത്തി നടക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ പോലും ആ ശൈലിയിലേക്ക് മാറുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് രീതിയിലൂടെ പറയുന്നു. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയപ്പെടുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുടെ വ്യക്തം സ്വാഭാവികമായിട്ടൊരു വേദിയിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രധാനമന്ത്രി സംസാരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ചിലപ്പോൾ മൂപ്പർക്ക് കേട്ടിട്ടുണ്ടാവില്ല, അതിനൊക്കെ ആ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള തീരുമാനമായി എടുത്താൽ മതി എന്നുള്ളൊരു അഭിപ്രായമാണ്. ഞാൻ അതിൽ വലിയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. രണ്ട്, അനുജ ചോദിച്ചു BJPക്ക് എന്താണ് റോള്. ഇതിൽ 817 കോടി രൂപ മാത്രമല്ലേ BJP കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് 20% വെച്ച് പലിശ അടക്കം അതിൻ്റെ പൈസ തിരിച്ച് കിട്ടുന്ന മുറയ്ക്ക് 5 ഗഡുക്കളായി തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? പിന്നെ എന്താണ് BJP സർക്കാരിന് കേന്ദ്ര? അനുജ ഒരു കാര്യം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. വലിയൊരു വികസനമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഈ കേരളം എന്നുമല്ല, ഇതൊരു രാജ്യത്തിൻ്റെ തന്നെ വികസനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ വിവിധ ഏജൻസികളുടെ കൃത്യമായിട്ടുള്ള സമ്മതത്തോടു കൂടിയും കൃത്യമായിട്ടുള്ള കാര്യങ്ങളോടും മേൽനോട്ടത്തും ഒക്കെ ഇതിന് ആവശ്യമാണ്. ഇൻ ഫ്യൂച്ചറും അത് ആവശ്യമാണ്. പിന്നെ ഇതിനൊക്കെ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. 5000 കോടി രൂപ ചിലവാക്കി 62 കിലോമീറ്റർ ഈ തിരുവനന്തപുരത്ത് റിംഗ് റോഡുകൾ വരുന്നതും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഏകദേശം 1482 കോടി രൂപ ചിലവാക്കി വരുന്ന തുരങ്കപാതയടക്കമുള്ള സെപ്പറേറ്റ് റെയിൽവേ സോൺ ഇതിൻ്റെ ഭാഗമാണ്. അതിനുശേഷം 3 ലക്ഷം കോടി രൂപയോളം ചിലവാക്കിയിട്ട് മൊത്തം കേരളത്തിൻ്റെ റോഡും തോടും പാലും റെയിലും ഒക്കെ ഭംഗിയായി, അതൊക്കെ ശരിയാണ്, അതൊക്കെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇന്ന് കണക്കെടുത്ത് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. അല്ല, താങ്കൾ ഇന്നിപ്പോ ഇതുവരെയുള്ള കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടല്ലോ. 8867 കോടി നിർമ്മാണ ചെലവ്. അതിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം 5595, അതായത് 62% സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം 0 എന്ന് പറയുകയാണ്. അദാനിയുടെ വിഹിതം 2454 കോടി, അതായത് 29%. ഇതിൽ VGF ലോൺ എന്നുള്ളതാണ് ഈ കേന്ദ്ര സർക്കാർ പറയുന്നത്. ലോണാണ്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്നുള്ള ലോണായിട്ടാണത് 817 കോടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് ഇതിൽ കേന്ദ്രത്തിനെടുത്ത് പറയാനുള്ളത് എന്താണ് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി എന്താണ്? കേരളത്തെ നമുക്ക് പുകഴ്ത്താം, കേരളം വികസനത്തിന്റെ കവാടമായി മാറുന്നു എന്ന് പറയാം. പക്ഷെ അപ്പോഴും സാധാരണഗതിയിൽ 1071 സംസ്ഥാനങ്ങൾക്ക് ഇത്തരം ഗ്രാൻഡായി തന്നെ ഇത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഇരിക്കെയാണ് ഇവിടെ ഇത് ലോണാക്കി മാറ്റിയത് ഒരേ ഒരു സംസ്ഥാനത്തിന് മാത്രം. താങ്കൾക്കത് അറിയാമല്ലോ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. എന്തുകൊണ്ടാണത്? അനുജ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അനുജ പറഞ്ഞല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ 0 തെറ്റുണ്ട് അനുജ അതിനകത്ത്. 10 വർഷം എന്തുകൊണ്ടാണ് 34 വർഷമായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കാതെ ഇഴഞ്ഞു നീങ്ങിയത്? രാഷ്ട്രീയ കേരളം കരുണാകരൻ്റെ സർക്കാർ മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ സർക്കാരുകളിലും ഇത് നിരവധി തുറമുഖ മന്ത്രിമാരുണ്ടായിരുന്നിട്ടും നിരവധി മുഖ്യമന്ത്രിമാരിരുന്നിട്ടും ഇത് ഇഴഞ്ഞു നീങ്ങിയൊരു ചരിത്രം അനുജയ്ക്കറിയാമോ? ആ ഇഴഞ്ഞു നീക്കിയ ചരിത്രത്തിൽ കേന്ദ്ര സർക്കാർ UPA സർക്കാർ 1ാം UPAയും 2ാം UPAയും CPM അടക്കം ഒരുമിച്ച് ഭരിക്കുന്ന സമയത്ത് ഇതിന് നിരവധി അനുമതികൾ നിഷേധിച്ച കാര്യങ്ങൾ അനുജയ്ക്ക് അറിയാമോ? ആ നിഷേധിക്കാനുണ്ടായ കാരണങ്ങൾ അനുജയ്ക്ക് അറിയാമോ? അതിനുശേഷം നരേന്ദ്രമോദി സർക്കാർ വന്ന സമയത്ത് ഇതിന് കൊടുക്കേണ്ട അനുമതികൾ മുഴുവൻ വളരെ സ്പീഡായിട്ട് കൊണ്ട് കൈകാര്യം ചെയ്ത് കൊടുത്തത് അനുജയ്ക്ക് അറിയാമോ? ഇനി ഒരു ഭാരത സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഉത്തരവാദിത്വത്തിൽ തന്നെ മേൽനോട്ടത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ തുറമുഖ സംവിധാനങ്ങളുടെ അടക്കമുള്ള സ്ഥലത്ത് ഇൻ്റർനാഷണൽ മാർക്കറ്റിനകത്ത് ഇതിൻ്റെ വലിയ ബിസിനസ് മേഖല വർദ്ധിക്കുകയുള്ളൂ എന്ന് അനുജയ്ക്ക് അറിയില്ലേ? ഇതനുസരിച്ചുള്ള നിരവധി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് പുറത്ത് ഈ സംസ്ഥാനത്ത് മൊത്തം നടക്കുന്നത് അനുജയ്ക്ക് അറിയില്ലേ? ഇതൊക്കെ എന്താണ് അനുജ എന്നിട്ട് അറിവില്ലാത്ത പോലെ പറയുന്നത്? പിന്നെ ഞാൻ അറിവില്ലാത്ത പോലെ പറയുന്നതല്ല, ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിൽ താങ്കൾ എന്താണ് മറുപടി പറയാത്തത്? ഈ VGF, അതായത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്, അത് ഗ്രാൻഡായി തരണമെന്ന് സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിക്കുമ്പോൾ അത് തിരിച്ചടക്കേണ്ടതാണ് ലോൺ എന്ന തരത്തിലേക്ക് എന്തുകൊണ്ട് അതിനെ ആ തരത്തിലേക്ക് കേന്ദ്രം മാറ്റി? ഇതിപ്പോ മറ്റ് സംസ്ഥാനം തമിഴ്നാട് ഉൾപ്പെടെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾക്കൊക്കെ അത് ഗ്രാൻഡായി കൊടുത്തപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ? അതിനെന്താണ് മറുപടി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു?
തമിഴ്നാട് പോർട്ടുമായി ബന്ധപ്പെട്ട് ഗ്രാൻഡായി കൊടുത്ത കാര്യത്തിൽ PPP അടിസ്ഥാനത്തിലാണോ അത് നടത്തുന്നത് അതോ വേറെ രീതിയിലാണോ നടത്തുന്നത് എന്ന് അനുജ പഠിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ഒന്ന് പഠിക്കണം. രണ്ടാമത്തെ കാര്യത്തിൽ ഒരു കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് ആ 5482 കോടി രൂപ മൊത്തമായിട്ട് ഇപ്പോൾ VGF ഫണ്ടിൽ കൊടുക്കൽ കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് കേരള സർക്കാർ ഗ്രാൻഡായിട്ട് തരണമെന്ന് തന്നെയാണ് പറയുക, തിരിച്ചടയ്ക്കേണ്ടാത്ത തരണമെന്ന് തന്നെയാണ് സർക്കാരുകൾ പറയുക. അതിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഒരു രാജ്യം ഭരിക്കുന്ന ധനവകുപ്പ് അത് കൃത്യമായി പഠിച്ചുകൊണ്ട് 817 കോടി രൂപ കൊടുത്തിരിക്കുന്നു. നിലവിൽ തിരിച്ചടവ് വേണമെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയും ഇതിനനുസരിച്ചുള്ള വരുമാന മാർഗവും പഠിച്ചുകൊണ്ട് തന്നെയാണ് ഒരു കേന്ദ്ര സർക്കാർ അതിൽ തീരുമാനമെടുക്കുന്നത്. എനിക്കോ അനുജയ്ക്കോ അത് ചർച്ചകൾ ചെയ്ത് സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. ആ ഒരു സാഹചര്യമാണ്. എനിക്കൊരു ഇടവേള എടുക്കേണ്ടി വരുന്നു. കേരള സർക്കാർ ഒറ്റ വാചകം. കേരള സർക്കാർ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ കൃത്യമായിട്ട് ആ എഗ്രിമെന്റിൽ ഒപ്പിട്ടത്. ട്രൈ പാർട്ടി എഗ്രിമെന്റിൽ കേരള സർക്കാർ ഒപ്പിട്ടത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇതൊക്കെ ചർച്ച ചെയ്ത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം അതനുസരിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളും കൃത്യമായി നടന്നിട്ടുണ്ട്. അത് എനിക്കോ അനുജയ്ക്കോ ഒരു പക്ഷെ അറിയാൻ സാധിക്കില്ല. കാരണം അത് നമ്മളൊന്നും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ലല്ലോ. നമുക്ക് ചർച്ചകൾ നടത്തുന്ന സമയത്ത് നമുക്ക് പുറമകയുള്ള പ്രതലത്തിലിരുന്ന് ചർച്ച നടത്തുന്നതൊപ്പം ഇതിൻ്റെ ഉള്ളുകളിൽ എന്തൊക്കെ തീരുമാനങ്ങൾ വരുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിനെടുത്ത മെഷേഴ്സ് എന്താണ്, അതിനെടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ എന്താണ്, അതിനൊരു സർക്കാർ പഠനം എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി പഠിക്കുമ്പോൾ അനുജ ഈ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം വരും. അവിടെ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് ഒരു ചിറ്റമ്മ നയവും കാണിക്കുന്നില്ല അനുജ. കേരള സർക്കാരും കേന്ദ്രത്തിൻ്റെ ഭാഗമാണ്, വികസിത ഭാരതത്തിൻ്റെ ഭാഗം തന്നെയാണ്. വികസിത കേരളം എന്ന കാഴ്ചപ്പാടും കൃത്യമായി തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളതും പ്രധാനമന്ത്രി അതിനെ അംഗീകരിക്കുന്നതും കേരളവും കേന്ദ്രവും ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായവും. ശരി.